കഴിക്ക്. ആ ആ ആ ആ കഴിക്ക്. വായ തുറക്ക്. ആ കഴിക്ക്. അകത്തോട്ട് കേറ്റ്. നന്നായിട്ടുണ്ടോ? മതി മതി. ആ അവളുടെ വർത്താനം കേട്ടില്ല. എന്റെ മോളെ തരം താഴ്ത്തി അവള് പറയുന്നത്. അമ്മേ അമ്മേ ഒരു മിനിറ്റ്, എവിടെയായി പോകുന്നത് അമ്മേ? വാ എന്റെ മോനെ അച്ചിക്കൊന്ത. പെൺകൊന്തനാണെന്നോ? പിന്നെ ആരാ മഹാകവി കുമാരനാശാനോ? ഇത്ര അവള് നാണമില്ലാതെ പറഞ്ഞിട്ട് ഒരു വാക്ക് മറുത്ത് നിനക്ക് പറയാൻ പറ്റിയോ? അവളുടെ കൂടെ ചേർന്ന് കൂട്ടുകൃഷിയാണല്ലേ? അമ്മേ, അമ്മ വിജിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് പോലും ഇഷ്ടമല്ല. നിന്റെ ഭാര്യക്ക് എന്താണ് പ്രശ്നം ഉണ്ടായത്? അവൾ ഈ വീട്ടിൽ ജീവിക്കാൻ വന്നതാണോ അതോ നമ്മളെയൊക്കെ ഭരിക്കാൻ വന്നതാണോ? അമ്മേ വിടമ്മേ, വിട്ട് കളയെല്ലാം. റോട്ടി കിടന്ന് ഒച്ചയെടുക്കല്ലേ, മാനം പോവും. പ്ലീസ്, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് മിണ്ടാതിരിക്കേ. ആരെങ്കിലും ഇങ്ങോട്ട് വരൂ അമ്മേ. അവളുടെ സമ്പാദ്യത്തിലെ സ്വന്തം ഭർത്താവായ നീ ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാ ഞങ്ങൾക്ക് ആ വീട്ടിലൊരു ബഹുമാനം കിട്ടാത്തത്. എനിക്ക് പെൻഷൻ കാശ് വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, അവൾ എന്നെ തിന്നുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നിട്ട് എപ്പോഴോ എന്നെ കൊന്നേനെ. അമ്മ എന്തു വേണമെങ്കിലും സംസാരിച്ചു, നടു റോട്ടിൽ വെച്ചുള്ള സംസാരം വേണ്ട. ദയവ് ചെയ്ത് വീട്ടിലൊന്ന് സംസാരിച്ചോ, ഞാൻ കേട്ടോളാം. എടാ, ഇനി ആ വീട്ടിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ലടാ. മര്യാദക്ക് പറയാം. അമ്മയും കൂട്ടിട്ട് വേഗം വീട്ടിലേക്ക് വാ. എനിക്ക് അമ്മയോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. നോക്കമ്മേ, എന്റെ മകൻ, നിങ്ങളുടെ പേരക്കുട്ടി രാഹുൽ, അവനോട് എന്തെങ്കിലും ഇത്തിരി അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ വീട്ടിലേക്ക് വരും. അതെനിക്ക് ഉറപ്പാ. എടാ പോടാ, എന്റെ മകളെ ഇഷ്ടപ്പെടാത്ത ആരും എനിക്ക് വേണ്ട. ഒരു ദിവസം വിജിയുടെ സ്നേഹം എന്താണെന്ന് നിങ്ങളൊക്കെ അറിയും. അമ്മേ, ചേട്ടൻ പുറകെ വന്ന് വിളിച്ചല്ലേ അമ്മേ? അമ്മേ പോവാം. ഞാൻ എങ്ങോട്ടും വരുന്നൊന്നുമില്ല. അമ്മേ, അമ്മ ഇപ്പൊ വന്നില്ലെങ്കിലേ രാഹുലിന്റെ അടുത്ത് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പിന്നെ അത് വലിയ പ്രശ്നമാക്കി മാറ്റും. ഒന്ന് വാമേ. ഞാൻ വരുന്നില്ല. അമ്മേ വാമേ, കൊച്ചു പിള്ളേരെ പോലെ നിൽക്കാതെ വാമേ. ഞാൻ വരുന്നില്ലടാ. ആ ബാഗ് എടുത്താ വിടും. ഒന്ന് നടക്കമ്മേ. കവിനെ, അങ്ങോട്ട് നോക്കടാ, എന്റെ ഫേവറേറ്റടാ. കവിനോടൊന്ന് സംസാരിക്കാന്ന് വെച്ച് വന്ന അവന്റെ അച്ഛനും കൂടെ ഉണ്ടല്ലോ. ശരി, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മോനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അച്ഛാ, എന്തോ ശൂശൂന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ അച്ഛാ. ഞാനങ്ങ് കേട്ടില്ല. ചെവി ഒന്ന് ഷാർപ്പായിട്ട് എന്റെ ചെവിടാ. മിണ്ടാതെ അവിടെ നിന്ന് കാണണ്ട. കവിൻ മോനെ തനിച്ചൊന്ന് കിട്ടണമെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്താ? നിന്റെ അച്ഛൻ അറിയാതെ എഴുന്നേറ്റ് നീ വാ, ഇങ്ങ് വാ. അച്ഛാ, മുത്തശ്ശി എന്തോ പറയുന്നുണ്ട് അവിടെ. എന്താന്ന് മനസ്സിലാവുന്നില്ല, ഒന്ന് കേട്ട് പറഞ്ഞതാ. മുത്തശ്ശി കേറി വാ. എന്താ അവിടെ തലയാടി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. എന്താ മുത്തശ്ശി? ഒന്നുമില്ല മോനെ, നീയും കവിനും കഴിച്ചോന്നറിയാൻ വേണ്ടി വന്നതാ. ഞങ്ങള് കഴിച്ചല്ലോ മുത്തശ്ശി. മുത്തശ്ശി പോയി കഴിക്കേ. അച്ഛനും മോനും ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കില്ലെന്നാ തോന്നുന്നേ. എങ്ങനെയാ കവിനെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? അണിയെന്തോ പറയാണല്ലോ വന്നത്, എന്തായിരിക്കും? ഒരു രഹസ്യം പറയാനാ നീ ഒന്ന് വാടാന്ന് വിളിച്ചപ്പോ അവൻ അച്ഛനെ കാണിച്ചു കൊടുക്കുക.
വിക്രമിന്റെ അടുത്ത് വഴക്കിട്ട് അവൻ അമ്മയെ വേണമെന്ന് വാശി പിടിച്ചാലല്ലേ അവൻ കേക്കൂ.